നമ്മൾ കെട്ടിച്ച് കുറിച്ച് കുറേ പാട്ടെല്ലാം പാടി ഞാൻ ഒത്തിരി പാട്ട് പാടി. ഇപ്പം ബിരിയാമട്ടൻ്റെ അനിയൻ്റെ ഫാമിലിയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ചിത്രം കണ്ട പാട്ട് പാടുന്നതായിട്ട് മറ്റേ സാറ് ഗുഡെല്ലാം തന്നിരുന്നു. എന്നിട്ടൊരു പാട്ട് അന്ന് പാടിയ പാട്ട് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഓമനാളെ കണ്ടു പാട് കേക്കട്ടെ, പാട്. ഓമനാളെ കണ്ടു നാടു നീലപ്പന്തലിട്ടു വാനിലമ്പിളി നാദസ്വരമേളമിട്ടു പാതിരാക്കിളി കിട്ടുന്നില്ല, ഓർമ്മയുമില്ല. അങ്ങനെ ഒരുപാട് പാട്ട് പാടി. അപ്പോൾ സാറ് വേറെ ബസ്സിലായിരുന്നു, നമ്മൾ വേറെ ബസ്സിൽ. ആരോ പോയിട്ട് പറഞ്ഞ് ശൈലി ഇങ്ങനെ പാടുന്നുണ്ട്. സാറ് വെച്ച് ശൈലിയുടെ പാട്ട് പാടിയിട്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ സാറിന് ഈ പാട്ടാണ് ഞാൻ പാടിക്കൊടുത്തിരുന്നു. അതിന് നന്നായി ഇഷ്ടപ്പെട്ട് ഗുഡെല്ലാം തന്ന ഇതന്ന് അങ്ങനെ അടിച്ച് പൊളിച്ച്. അപ്പോൾ ഈ പിന്നെ ബോട്ട് കയറുണ്ട്, എനിക്ക് ഭയങ്കര പേടിയാണ്. അത് ഒരു 10 ആളായിട്ട് ബോട്ട് യാത്ര. അപ്പോൾ ഒരു 5 ബോട്ടിൽ ആൾ കയറി. ഞാനും ജഡ്ജേച്ചി ശോഭിച്ച് 3 ആൾ കയറിയില്ല. അപ്പം നമ്മൾ പോയിട്ട് ചായ ഉണ്ടാവും, മുളക് ബജിയല്ലോ, അതെല്ലാം കഴിച്ച് അവർ വരുമ്പോഴേക്ക് നിന്ന്. പിന്നെ ഈ ട്രെയിനുണ്ട്, ട്രെയിനിലാണ് കയറിനി. ട്രെയിനിൽ കയറിയിട്ട് എങ്ങനെയുണ്ട്? വേറെ തന്നെ ട്രെയിനല്ലേ, സാധാ ട്രെയിനല്ലോ? വേറെ തന്നെ ട്രെയിൻ ഇങ്ങനെ ഉള്ളത് മാത്രം. ഇനി ഇന്നത്തെ പോലെ ഫോണൊന്നുമില്ലല്ലോ, ഫോട്ടോ എടുത്തിട്ട് എല്ലാവരെയും കാണിക്കാനൊന്നും. എൻ്റെ ഇപ്പോൾ വരുമ്പം പാലക്കാട് ഇറങ്ങിയിട്ട് എന്തോ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഇറങ്ങിയാൽ നമ്മൾ സന്ധ്യ ആകുമ്പോഴേക്ക് ജോബ് എത്തുക. എല്ലാവർക്കും ശിവരാത്രിക്ക് നോൻപ് എടുക്കണം, അമ്പലത്തിൽ പോകണം. അങ്ങനെയെല്ലാം വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ സന്ധ്യ ആകുമ്പോഴേക്ക് എത്തി. നേരം ചിന്നവും കുട്ടനും ഇച്ചിരി സൈഡായതുകൊണ്ട് വീട്ടിൽ ഇങ്ങനെ. അതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ടൂറിൻ്റെ യാത്ര. പിന്നെ പോയതാണ് ശോഭേൻ്റെ ചിന്നുവിൻ്റെ പങ്ങളെ വീട്ടിൽ കൂടിയാലും ബാംഗ്ലൂർ യാത്ര. അതും ഒരു അടിപൊളി യാത്രയാണ്. വരുമ്പോൾ ഈ ബസ്സിലാണ്. അവർക്കൊരു ഫാമിലി റൂമും എനിക്ക് സിംഗിൾ റൂമായിട്ട്. പക്ഷെ കണ്ണടച്ചിട്ടില്ല, എന്നുവെച്ചാൽ പേടിച്ചിട്ട് ഇരുട്ടിക്കങ്ങാട്ട് എത്തിയാലോ ഇങ്ങനെ എല്ലാവർക്കും ബാത്റൂം പൊടിക്കും പോകാൻ കാപ്പി കുടിക്കാന്ന് പറഞ്ഞിട്ട് അവർക്കൊരു സമാധാനമായി. നമ്മളെ കണ്ണൂരേതായാലും എത്തിയല്ലോ. അങ്ങനെ പൊളിച്ചൊക്കെ ആകുമ്പോഴേക്ക് പിന്നെ നമ്മൾ കൂത്തുപറമ്പിലാക്കി. അങ്ങനെ ഈ 2 യാത്രയാണ് എൻ്റെ ഈ 62 വയസ്സിൽ കിടക്കുള്ള ഒരു ടൂർ യാത്ര.